യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്ന 2017 ശേഷം യുപിയിൽ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടത് 238 പേരാണ്. 15,000-ഓളം ഏറ്റുമുട്ടലുകൾ നടന്നുവെന്നും 30,000-ലധികം ക്രിമിനലുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെന്നും സംസ്ഥാന പോലീസ് മേധാവി പറയുന്നു. കൂടുതൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് പടിഞ്ഞാറൻ യുപിയിലാണ്. സംസ്ഥാനത്ത് വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ വ്യാപകമാണെന്ന വിമർശനങ്ങൾക്കിടയിലാണ് സർക്കാർ തന്നെ ഈ കണക്ക് പുറത്തുവിട്ടത്. യോഗി ആദിത്യനാഥ് വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ നടത്തുകയാണെന്ന പ്രതിപക്ഷത്തിന്റെയും മനുഷ്യാവകാശ സംഘടനകളുടെയും വിമർശനം നിലനിൽക്കെയാണ് സർക്കാർ ഡേറ്റ സംസ്ഥാന പോലീസ് മേധാവി പുറത്തുവിട്ടത്. 8 വർഷത്തിനുള്ളിൽ 238 പേർ കൊല്ലപ്പെട്ട 14,973 പോലീസ് ഏറ്റുമുട്ടലുകൾ സംസ്ഥാനത്ത് നടന്നുവെന്ന് DGP രാജീവ് കൃഷ്ണ പറഞ്ഞു. 9,467 പേരെ പോലീസ് കാലിൽ വെടിവെച്ചിട്ടു. 30,694 പേരെ ഗുണ്ടാ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തെന്നും പോലീസ് മേധാവി വ്യക്തമാക്കി. യുപിയിലെ ക്രമസമാധാന പ്രശ്നം അമർച്ച ചെയ്യാൻ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം സാധിച്ചുവെന്ന് DGP പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടന്നത് പടിഞ്ഞാറൻ യുപിയിലാണ്, പ്രത്യേകിച്ച് മീററ്റിൽ. മീററ്റ് മേഖലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 7,969 പേരാണ്. ഇവിടെ പോലീസ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റവരുടെ എണ്ണം 2,911 ആഗ്രയിൽ 5,529 പേരും ബറേലിയിൽ 4,383 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ യഥാക്രമം 741 പേർക്കും 921 പേർക്കും പരിക്കേറ്റു. വാരാണസി ഉൾപ്പെടുന്ന കിഴക്കൻ യുപിയിൽ 2,029 ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് കണക്ക്. 620 പേർക്ക് പോലീസ് നടപടികളിൽ പരിക്കേറ്റു. പടിഞ്ഞാറൻ യുപിയിലെ ഗൗതം ബുദ്ധ് നഗർ മേഖലയാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത്, 1,989 പേർ. ഇവിടെ പോലീസ് വെടിവയ്പിൽ അടക്കം പരിക്കേറ്റവരുടെ എണ്ണം 1,180 ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെയും അറസ്റ്റിലായവരുടെയും ജാതിയും മതവും അന്വേഷിച്ചാൽ നടന്ന കൊലകളുടെ അജണ്ട വ്യക്തമാകുമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ വിമർശനം. കൂടുതൽ ഏറ്റുമുട്ടൽ കൊലകൾ ഉണ്ടായത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ്. പടിഞ്ഞാറൻ യുപിയിലും മീററ്റിലുമാണ് ഉദാഹരണമെന്നും പ്രതിപക്ഷം വിമർശിച്ചു. BSPയും കോൺഗ്രസും യോഗി സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ക്രിമിനൽ കേസ് പ്രതികളുടെ വീടുകളും കെട്ടിടങ്ങളും ബുൾഡോസർ വെച്ച് പൊളിക്കുന്ന UP സർക്കാർ നടപടി നേരത്തെ വിവാദമായിരുന്നു. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് ഇത് നിർത്തിവയ്പ്പിക്കുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.